ഹായ്, നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ. ഇപ്പം നല്ല മാങ്ങ കിട്ടുന്ന കാലമല്ലേ. നല്ല നാട്ടുമാങ്ങ, പഴുത്ത മാങ്ങയും കൊണ്ട് നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? മാമ്പഴക്കാലമാകുമ്പോഴല്ലേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടുമാങ്ങ പഴുത്തത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടി നല്ല പഴുത്ത നാട്ടുമാങ്ങ തൊലി കളഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2-3 ശർക്കര വലിപ്പത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 അച്ച് ശർക്കര എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാനിയാക്കണം. അത് അരിച്ച് മാറ്റി വയ്ക്കുക. മാങ്ങ നന്നായിട്ട് കുറുകി വരണം. അതിന് ശേഷം ഈ കുറുകി വന്ന മാങ്ങയിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് ഇതിലേക്ക് ശർക്കരപ്പാനി, നമ്മൾ മാറ്റി വെച്ച ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കണേ. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് അല്പം നാളികേരം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ച് നമ്മൾ പിന്നീട് ഇതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറി ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അല്പം ഉലുവ ഇടുക. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുന്നേ. ഈ മാമ്പഴക്കാലത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.